ഒരു ഹായ് പറഞ്ഞത് ഒരു ഹായ് പറഞ്ഞത് ഹായ്. ഇവിടെ പറ, ഇവിടെ നോക്കി ഹായ് പറ. ഹായ് 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 പറഞ്ഞേ ഹായ് ഹായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് അടിക്കാൻ പറ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. ഡാൻസ് കളിച്ചോ, ഡാൻസ്. ഓ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. വേണ്ട, ആരും സബ്സ്ക്രൈബ് ചെയ്യലാണ് പറഞ്ഞത് ഗൈസ്. ആ വേണ്ട, കുടി ഞാനാട. എല്ലാവർക്കും സുഖമാണോ ചോദിച്ചു. ചുച്ചയല്ല, സുഖമാണോ ചോദിച്ചു. ചുച്ചയല്ല, സുഖമാണോ ചോദിച്ചു. സുഖമാണോ? ഞഴഞ്ഞു പോവാ. ആ ചുച്ച. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് കുറച്ച് നാളായിട്ട്. സോ നമ്മുടെ ചെറുക്കനെ കണ്ടല്ലോ. ചെറുക്കൻ ചപ്പാത്തി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചപ്പാത്തി ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ചുക്കാന്ന് വിചാരിക്കുന്നു. സോ ചുക്കാപ്പയെ കുടിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഗൈസ്. സോ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയി കുറച്ച് വ്ളോഗൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. ബൈ. ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇന്ന് നമ്മുടെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ചൂടിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്. സൂപ്പർ ചൂട്. വെളിയിലോട്ട് ഇറങ്ങുമ്പോ എന്താണ് ഈ ചൂട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ അതോ പെരക്കകത്ത് സഹിക്കാൻ വയ്യെന്നാണ് പറയുന്നത്? ശരിയാണ്. ഇന്ന് നമ്മളുള്ള ഗസ്റ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഏറ്റ ഗസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇടല്ലേ എന്ന് പറയും, പക്ഷെ നമ്മൾ ഇടും. അപ്പച്ചൻ ഹലോ കഴിച്ചോ? ചോറ് കുറച്ച് ലേശേ കഴിച്ചുള്ളൂ. എന്താ അപ്പച്ച മുഴുവനായിട്ട് എന്താ കഴിക്കാനേ? ആവശ്യത്തിലേ കഴിച്ചുള്ളൂ. ചൂടൊക്കെ കണ്ടോ അപ്പച്ച? ചൂട് എങ്ങനെയുണ്ട്? എൻ്റെ ചൂടേ ഉള്ളതെന്നാണ് ഇപ്പൊ അപ്പച്ചൻ പറയുന്നത് കേട്ടോ. ചൂടേ ഉള്ളൂ. മനുഷ്യന് കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. സമയം ഏകദേശം 2:21 കേട്ടോ ഗൈസ്. ഇപ്പൊ സമയം ഏകദേശം 2:21 എന്നുവെച്ചാൽ നട്ടുച്ച സമയമാണ്. ഓ എനിക്കാണെങ്കിൽ ഇതിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുന്ന തന്നെ പാടാ. പിന്നെ ഒരു വ്ളോഗർ നിലയ്ക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. വേണോ? സൂര്യാഘാതം ഏറ്റവും എല്ലാം ചാകുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഓർക്കണം കേട്ടോ ഗൈസ്. കയറിയേക്കാം. എന്തോ ചൂടായി ഗൈസ്. നമുക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഓ ഗൈസ് നമ്മളെത്തിട്ടു. അപ്പച്ചൻ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കണ്ണാടി ഉണ്ട് ഗൈസ്. ഇനി ഞാനിവിടെ കണ്ണാടി വെച്ചാൽ ശുഭമായി. ഇല്ല വീട്ടിലെല്ലാവർക്കും ഇല്ല. അപ്പച്ചനില്ല. അപ്പച്ചൻ ഇത്രയും വർഷമായിട്ടും കണ്ണാടിയില്ല. നമുക്ക് അപ്പച്ചനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം കേട്ടോ. നെഞ്ച് തഴക്കിത് സെഞ്ചോ എട്ട് തഴക്ക്. തരാം. ഈ അമ്മ ഇപ്പോൾ കത്രിക ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാ കത്രിക കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കത്രിക കൊണ്ടുവരാം. 10 രൂപ ചോദിച്ചാണ് കത്രിക കൊണ്ട് ഞാൻ വന്നു. നമ്മുടെ ഗസ്റ്റ് ഇതാണ്. അമ്മ മുമ്പ് പറഞ്ഞു വലിയ ഇത് ഗസ്റ്റാണ് ഗൈസ്. 1 മണിക്ക് വന്നു, 2 മണിക്ക് പോന്നു. പെട്ടെന്നാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? വലിയ എങ്ങനെയുണ്ട് ഇവിടുത്തെ ചൂട്? എങ്ങനെയുണ്ട് ചൂട്? സഹിക്കാൻ വയ്യാത്ത ചൂടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ പോകും? തിരിച്ചു പോകും? ഇങ്ങനെ ചൂടായിരിക്കത്തില്ല, സഹിച്ചോണ്ട് പോകുന്നതാണ് പറയുന്നത്. ചേട്ടത്തി അനിയത്തിയാണ് ഗൈസ്. അപ്പച്ചനോട് കുറച്ച് കൊച്ചു വർത്താനം പറയാം. അപ്പച്ചൻ ഇപ്പോൾ എത്ര വയസ്സായിരുന്നു? അപ്പച്ചൻ ഇപ്പോൾ എത്ര വയസ്സായി? ഇത് നമുക്കറിയുന്നത്. എത്ര വയസ്സായി ഇപ്പോൾ? 85 വയസ്സാണ് ഇപ്പൊ അപ്പച്ചനുള്ളത്. അപ്പൊ ഇത്രയും വർഷം ദൈവം നടത്തിയല്ലേ അപ്പച്ചൻ. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഫാൻ? എന്താ അപ്പച്ചൻ ചൂട് കാലത്ത് ഈ ഫാൻ എന്താ ഇടാത്ത കാരണം? എന്താ? ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അത് ശരി. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ചൂട് കാലത്ത് അപ്പച്ചൻ ഫാൻ ഇടുന്ന എതിരാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ചാനൽ
ഒന്ന് പറ പ്ലീസ്. ഒന്നും പറയാം. പ്ലീസ് അപ്പച്ച ഒരു വട്ടം വേണ്ട. എൻ്റെ ഒരു ആഗ്രഹത്തിൽ വേണ്ട. ഒറ്റ വട്ടം ഒരു ലൈക്ക് അടിക്കാനെങ്കിലും വീഡിയോ കാണാനെങ്കിലും നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു അപ്പച്ചിലാണ് നമ്മൾ. എന്ത് പറഞ്ഞാൽ നമ്മളതേ കുഴപ്പമില്ല. നമുക്ക് വെളിയോട്ട് പോയിട്ട് വരാം കേട്ടോ. ഈ ചവറ് പോലുള്ള സാധനം കിടക്കുമ്പോൾ പാമ്പ് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പാമ്പ് കടിച്ചോണ്ട് വളരെ സൂക്ഷിച്ചു വേണം. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന റിസ്ക്കാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വേണം കാണിച്ചു തരാം. കണ്ട വാഴ, വീണ്ടും വാഴ. 1 2 3 മൂന്നാമത്തെ വാഴയെന്നല്ലേ കള്ള. എനിക്ക് നിങ്ങളൊക്കെ അറിയാം ഗൈസ്, നിങ്ങൾ എന്നെ ഒരു വാഴയായിട്ടാണ് കാണുന്നത് ഗൈസ്. ചൂട് കാലത്ത് ഇങ്ങനെ ടയർ പാമ്പ് ഉപയോഗിക്കാം, കാരണം തേച്ച് കഴിഞ്ഞാൽ തണുപ്പ് കിട്ടും. മൂക്കിലൊന്നും മരിച്ച് കേട്ടല്ലേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ചൂട് കാലത്ത് ഏറ്റവും പ്രയോജനപ്പെടുന്ന വീട്ടിലൊരു ഒറ്റ സാധനം കാണത്തുള്ളേ. ആ സാധനത്തിലോട്ട് ഞാൻ നിങ്ങളിപ്പോൾ കയറ്റാം. ഓക്കെ, ഇതാണ് ആ സാധനം. നല്ല അടിപൊളി തണുപ്പ് കിട്ടുന്ന സാധനം. ഫോൺ തന്നെ കൂളായി. അല്ല, ഇതിലോട്ട് ഇങ്ങനെ കയറിയാൽ നമ്മുടെ ഫ്രിഡ്ജ് ആകെ ഉപകാരപ്പെടുന്ന ഒറ്റ സാധനം ഈ ചൂട് കാലത്ത്. എല്ലാവരുടെയും വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് എല്ലാവരും ഇതിനകത്ത് കയറി ഇരുന്നു. ഓക്കെ, ഇനി അപ്പം ഈ ചൂടുകാലം എത്ര മാസം വരെ കാണും ഇനി? ഈ ചൂടുകാലം ഇനി 1 മാസം കാണും ചൂടുകാലം. ചൂട് ഒരുപാടുണ്ടോ ചൂട്? അതോ രാത്രി കിടക്കാൻ നേരത്ത് മാത്രമേ ഉള്ളൂ? എപ്പോഴും ഉണ്ട് ചൂട്. അത് വല്ലാത്ത ആണ്. അപ്പച്ചൻ പറയുന്ന കാര്യമുണ്ട്, എപ്പോഴും ചൂടാണ് അല്ലേ? എപ്പോഴും ചൂടാണ്. രാത്രി തന്നെ നല്ല ചൂടല്ലേ? രാത്രി നല്ല ചൂടാണ്, അത് കറക്റ്റാണ്. അതല്ല, രാവിലെയും ഉച്ചക്കൊക്കെ അപ്പം രാവിലെ വലുതായിട്ടില്ല, ഉച്ചയ്ക്ക് നല്ല. എൻ്റെ പൊന്നോ, ഉച്ചയ്ക്ക് വല്ലാത്ത വെയില്. അപ്പം ഞാൻ ചിരിച്ച് ജസ്റ്റ് ചിരിക്കാൻ. എനിക്ക് ചിരി വരത്തില്ല. ഓക്കെ, അപ്പച്ചൻ പറഞ്ഞപ്പോൾ ചിരി വരത്തില്ല. ആള് എന്താ ചെയ്യുക? ഓ ഗായ്സ്, വളരെ സ്നേഹന്തിയായ ചേട്ടത്തിയും അനിയത്തിയുമാണ് ഗായ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടെ. ഇതെന്താ അപ്പച്ചൻ മാറ്റുന്നു? സമയം ആവട്ടെ 2:34. ഇപ്പോൾ ഇവിടെ അമ്മയ്ക്കൊരു പ്രാർത്ഥനയുണ്ട്. അപ്പം നമ്മുടെ വല്യമ്മ മടങ്ങുകയാണ് ഗൈസ്. ബൈ. കുടുംബത്തിലെല്ലാവരും കണ്ണാടിയുണ്ട്. അമ്മയ്ക്കൊരു കണ്ണാടി, വല്യമ്മയ്ക്കൊരു കണ്ണാടി, എല്ലാ കുടുംബത്തിലും കാണും എല്ലാവർക്കും കണ്ണാടി. പക്ഷെ നമ്മുടെ 85 വയസ്സായ അപ്പച്ചൻ ഇതുവരെ കണ്ണാടി വെച്ചിട്ടില്ല. അത് വല്ലാത്തൊരു കഴിവാണ്. എന്താ വെച്ചാൽ കണ്ണാടി 85 വയസ്സായിട്ടും വെക്കാത്തത്? അതിന്റെ ആവശ്യമില്ലെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അതിന്റെ ആവശ്യം വന്നില്ലെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അത് വളരെ അത് തന്നെ നിങ്ങളൊക്കെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിക്കേണ്ടിയിരിക്കുന്നു എല്ലാം കണ്ട്. ഇപ്പൊ ഒരു സ്റ്റൈലാണ് ഗൈസ്, സൺഗ്ലാസ് ഒക്കെ എന്ന് പറഞ്ഞ സ്റ്റൈലാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം ആൾക്കാരെ വിചാരിക്കുന്നതാണ് ഞാനും കണ്ണാടി വെച്ചെന്നല്ലേ. ചുമ്മാ വെച്ച ഇവിടെ കണ്ടിരുന്നേ. ഓക്കെ, ഇനി ഞാൻ കണ്ണാടി വെച്ചോണ്ട് വീട്ടിൽ എടുക്കാം. എപ്പോഴും കണ്ണാടി വെക്കരുത്. വൈബല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? ലുക്കും കണ്ടു. ബസ്സിലൊക്കെ കാർഡ് കൊണ്ട് പോയാൽ മതി ഗൈസ്. ഇപ്പൊ കാശിനെക്കാട്ടില്ല കാർഡ് കൊണ്ട് പോയാൽ മതി നേരെ. അതല്ലേ വലിയ നല്ലത്? കാർഡ് കൊണ്ട് പോകുന്നല്ലേ നല്ലത്? ഏറ്റവും നല്ലത് കാർഡ് കൊണ്ട് പോകുന്നതാണ്. ചില്ലറ പൈസ ഒന്നും വേണ്ട, ഒന്നും നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നാണ് വലിയ പറയുന്നത്. എന്നെ ഒരു കാണുമ്പോൾ പഠിപ്പേ പോലെ തോന്നുന്നുണ്ടോ ഗൈസ്? പോവാന്നോ വലിയ? അമ്മ പ്രാർത്ഥനയ്ക്ക്, വല്യമ്മ വിട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാനാണ്. ഇനി വല്യമ്മയ്ക്ക് അങ്ങ് പച്ചനാപുരം വരെ പോകണം ഗൈസ്. പച്ചനാപുരം വെയിലത്തൊക്കെ എങ്ങനെ പോകുന്ന ആലോചിക്കുന്നത്. കുഴപ്പമില്ല. പോകുന്നതിൻ്റെ മുമ്പ് തന്നെ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. മറ്റുള്ള വെള്ളം കുടിക്കുമ്പോൾ എനിക്കും വെള്ളം കുടിക്കാൻ തോന്നും. ഈ ചൂടത്ത് തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ?
ചൂടത്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രാർത്ഥനയെ സംബന്ധിക്കേണ്ട അത്രയും വലിയ ഇതായിട്ട് വരും. അതെ, പ്രാർത്ഥന പ്രാർത്ഥനയാണ് ഫസ്റ്റ്, പിന്നെ സെക്കൻഡ് ചൂട്. സൂര്യാഘാതം ഏറ്റൽ എന്തായിരിക്കും അമ്മയുടെ ആദ്യത്തെ റിയാക്ഷൻ? സൂര്യാഘാതം ഏറ്റ ആശുപത്രി പോയി കാണും. ആശുപത്രി പോയി കിടക്കണം, അത്രേ ഉള്ളൂ. നമ്മളെന്തിനാ ഒരു ടെൻഷൻ അടിക്കുന്നത്? ആശുപത്രിയൊക്കെ ചികിത്സിക്കാനുള്ളത്. 2-3 സൂര്യാഘാതമൊക്കെ ഏറ്റിട്ട് പോകാം ഗൈസ്, വെറുതെ വീട്ടിലിരിക്കണ്ട. അപ്പോൾ വലിയ തിരക്കാണ്. ബൈ, ഇവരോട് ബൈ പറ. ബൈ 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 ബൈ. ആ അതേ ഇരിക്കുന്നു. ഇപ്പൊ എടുത്തോട്ട് മൊബൈൽ ഇവിടെ മറന്നു വെച്ചിട്ട് പോയി. ഇപ്പൊ പോയേനെ ദൈവമേ. പത്തനാപുരം വരെ കൊണ്ടെത്തിക്കേണ്ട വന്നേനെ. മാറ്റട്ടെ. ബൈ ബൈ. അയ്യോ എന്തോ എൻ്റെ പൊന്നടാവേ. യോ 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 ഗായ്സ്,